അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു സിംഗിൾ പീസ് ഒരു എന്താ പറയുക പിക്നിക് ഇത് ചെയ്തിട്ടുണ്ട്. എല്ലാ ശരീര അളവുകൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പാട്ട് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗോവൻ വിശേഷങ്ങളായിട്ടുള്ള ഈ വീഡിയോയിൽ ഓക്കെ. യാത്രയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന യാത്രാ രീതി, ഇപ്പോൾ ട്രെയിനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ യാത്രയാണെന്നുണ്ടെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും അത് മതിയാവും. പിന്നെ എവിടേക്കാണോ പോകുന്നത് അവിടെ നിന്ന് എന്തായാലും എവിടെ പോയാലും പ്രത്യേകിച്ച് ആരാണെന്നുണ്ടെങ്കിലും അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കും. അപ്പോൾ നമുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ലഗേജൊക്കെ എടുത്ത് എപ്പോഴും വരുന്നതിന് നല്ലത് അവിടെ വന്നിട്ട് അവിടുത്തെ രസകരമായ നല്ല നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കാം. അപ്പോൾ അവിടെ തന്നെ അത് ഇടാനും പറ്റും, തിരിച്ച് അത് നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് എന്താ പറയുക ലെസ് ലഗേജായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് അധികം കാശ് ചിലവാക്കണ്ട, പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിനും വേണ്ടി ഇങ്ങനെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ പല്ലേക്കുന്ന തൊട്ട് എന്തൊക്കെ സാധനം എടുക്കണമെന്നുള്ളത് നോക്കിയായിരിക്കും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സാധനം പാക്ക് ചെയ്ത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ പാക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഹെവി ലഗേജായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നിട്ട് ലഗേജിൽ നിന്ന് നടന്നിടന്ന് ഒരുപാട് ഇളകിയ ഒരു അവസ്ഥയുണ്ട്. അന്ന് തീരുമാനിച്ചാണ് മിനിമം ലഗേജുമായിട്ട് ഇറക്കുള്ളൂ. ഇനി അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാമെന്നുള്ളൊരു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം പകൽ പുറത്തിറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ വെയിലുണ്ട്, അപ്പോൾ ഒരു തൊപ്പി എന്തായാലും വേണം. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെ തൊപ്പി വാങ്ങിച്ചു. ഒരു 300 രൂപയ്ക്ക് ഈ തൊപ്പി അത്യാവശ്യം നല്ല തൊപ്പിയല്ലേ അതല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര ക്യൂട്ട്. ഇവിടെ മാത്രമേ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം ബീച്ചിൽ പോകുമ്പോഴേക്കാം നമുക്ക് ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ, കഫ്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സ്. എങ്കിൽ വെള്ളമൊക്കെ നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇത് പിഴിഞ്ഞെടുത്ത് ഉണക്കിയിട്ടൊക്കെ പോകാൻ പറ്റും. കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടുന്ന ടൈപ്പ്. എങ്കിൽ അധികം വില നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്യാവശ്യം കഫ്താന് പല ടൈപ്പ് ഉണ്ട്, കോട്ടൺ അത് ഇതൊക്കെ റേറ്റും അതനുസരിച്ചുണ്ടാവും. എത്ര നീളം ഉണ്ടോ അല്ലെങ്കിൽ അതനുസരിച്ചൊക്കെ ഉള്ളൂ, പിന്നെ ഭംഗിയൊക്കെ അനുസരിച്ചായിരിക്കും. ഇതിപ്പോൾ ഒരു നെറ്റ് ടൈപ്പ് സാധനം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്നൊരു 200 റുപ്പീസിന് ഇത് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലൊരു കംഫർട്ടബിൾ സാധനമാണ്. ഇപ്പം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് നടക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. പൊതുവേ ഈ പറഞ്ഞ പോലെ പിക്നിക്കാലും തുറിച്ചു നോട്ടങ്ങൾ കാരണം ചിലപ്പോൾ ഷോളൊക്കെ കിട്ടി നടക്കേണ്ട ഒരവസ്ഥ ഇവിടങ്ങളിലുമുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു സിംഗിൾ പീസ് ഒരു എന്താ പറയുക പിക്നിക് ഇത് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്, ഒരു 500 റുപ്പീസ് റേഞ്ചിൽ. ഇതും എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി, നല്ല അടിപൊളി ഒരു ഐറ്റം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ സ്വാഭാവികമായിട്ട് ഇവിടെ എന്താ പറയുക നമ്മൾ ബീച്ചിലാണ് വരുന്നത്. ബീച്ചിൽ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ എന്താ ഇടാൻ പറ്റിയ ഒരു ചപ്പലും കൂടി ഇവിടുന്ന് വാങ്ങിച്ച് ഒരു 250 രൂപയ്ക്ക്. അതും ഇങ്ങനെ നല്ല ഇതുണ്ടോ ഒരു ബോയൊക്കെ കെട്ടി ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ എന്താ പറയുക ഗോവയിൽ വന്ന് ഗോവൻകാരായി ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഇതൊക്കെയായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇനി തിരിച്ചു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അധികം എന്താ പറയുക വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയ്റ്റഡ് ആണ്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക നന്നായിട്ട് റോൾ ചെയ്ത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ശരിക്കും ആ രീതിയിൽ എന്താ പറയുക യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും, ഇവിടെ മാത്രമല്ല എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യും. നമുക്ക് മാത്രമല്ല കൂട്ടുകാർക്കും പർച്ചേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ
ലെസ് ലഗേജായിട്ട് ഇറങ്ങാൻ എപ്പോഴും ശ്രമിക്കുക. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ ഞാനൊരു എന്താ പറയുക, ഞാനൊരു മോഡലാണ്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത്ര വടിവത്തായിട്ടുള്ള ശരീരം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശരീര അളവുകൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന പാർട്ട് ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ അഴകളവുകൾ എന്നുള്ള സാധനങ്ങൾ അതിന് ശരിക്കും പറഞ്ഞാൽ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ അങ്ങനെ കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ക്രൈറ്റീരിയകളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് സൈസും അല്ലാത്തതും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള എന്താ പറയുക ലെവൽ ഓഫ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈറ്റ്, വെയ്റ്റ്, അതേപോലെ ഞാൻ എന്താ പറയുക നമ്മുടെ ഷോൾഡർ, ബ്രസ്റ്റ്, വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് അവർ അളവുകൾ നോക്കുക. പക്ഷേ ശരിക്കും എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്റ്റാർട്ടിങ് ടൈമിൽ ഏറ്റവും കൂടുതൽ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ആളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മോഡലിംഗ് എന്നുള്ളൊരു ചിന്ത തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെറുപ്പത്തിൽ എന്താ പറയുക ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, ചില്ല് പൊട്ടിപ്പോവും, പല്ല് പൊന്തിയാന്നൊക്കെ ഉള്ള കളിയാക്കലുകളൊക്കെ കേട്ട് വന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതിനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർകം ചെയ്ത് കുറേ ടൈം എടുത്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ആര് ഫോട്ടോ എടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഫുൾ പല്ല് കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുക. അതിൻ്റെ അകത്ത് അതായത് എൻ്റെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നെ കളിയാക്കിയ സാധനത്തിലേക്ക് ഞാൻ പോസിറ്റീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയാം അതെൻ്റെ നെഗറ്റീവല്ല. അങ്ങനെ ചിരിക്കാൻ പറ്റുക എന്നുള്ളത്, അത്രയും കോൺഫിഡൻസ് ആയിട്ട് ചിരിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ടൈം എടുത്ത് ആർജിച്ചൊരു സംഭവം തന്നെയാണ്. പിന്നെ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയുമല്ലോ, നമ്മളുടെ അളവുകൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എല്ലായിടത്തും ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് നോക്കുക. നമ്മൾക്ക് അതിൻ്റെ അകത്ത് ഇട്ട് ഓക്കെ ആണോ, കോൺഫിഡൻസ് ആണോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അല്ലാതെ നമ്മളുടെ കൂടെയുള്ള മനുഷ്യന്മാരുടെ അഭിപ്രായമല്ല. ശരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. കുറച്ചൊക്കെ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, ഒട്ടും അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർ കുറച്ച് ഒപ്പീനിയൻ എടുക്കുന്ന പോലെയല്ല നമുക്ക് ഒട്ടും ഓക്കെ അല്ലാത്ത ഒരു ഡ്രസ്സ് ഒരാളുടെ ഇഷ്ടത്തിൻ്റെ പുറത്തോ സജഷൻ്റെ പുറത്തോ ഇടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് വന്ന ചില ഈ എന്താ പറയുക സിനിമാ നടികളുടെയൊക്കെ തന്നെ ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം എന്നുള്ളത് അപ്പോൾ ഓരോ സമയത്തും അത് ഒരു നമ്പേഴ്സ് മാത്രം തന്നെയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് പല രീതിയിൽ പറ്റും. നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യണേ എന്നുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ശരീരം അനുസരിച്ച് അതൊക്കെ ഡിഫറെൻ്റ് ആണ് എന്താ പറയുക ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് എന്തിലാണ് എന്താ പറയുക ചേഞ്ചസ് വേണ്ടതെന്നുള്ളതുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനി ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് കുറച്ചൊന്ന് എൻ്റെ ബോഡി ടോൺ ചെയ്യാനും, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് നാൾ കഴിഞ്ഞ് മേ ബി ഒരു 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഒന്ന് ചുളുങ്ങാനൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ അങ്ങനത്തെ കാര്യത്തിലേക്ക് ആയിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ചൂസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ, ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ പോലും ഞാനൊരു എന്നുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും തൂച്ച് നോക്കേണ്ടതെന്നുള്ള രീതിയിലേ അല്ല ഇതിടുന്നത്. ഞാൻ എൻ്റെ കംഫർട്ടബിളിനായിട്ട് എനിക്ക് ഈ ഡ്രസ്സ് ആപ്റ്റാവും, ഇതിട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ ഒരാൾക്ക് എന്ന് തോന്നില്ല എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് എനിക്കിതിങ്ങനെ ഇട്ട് നിന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പേസിൽ വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നത്. അതിവിടെയായതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടുള്ള പല സ്ഥലത്തും ഞാൻ ഇട്ട് എന്ന് വരും. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നമുക്ക് ഓക്കെ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക. അത് അത്രയും കോൺഫിഡൻസോടുകൂടി നമുക്ക് ഇടാൻ പറ്റുക എന്നുള്ളതും ഈ
അളവുകളും ഇതെല്ലാം ഒരു കണക്റ്റഡ് സാധനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊളിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രാവിശേഷങ്ങളും യാത്രയിൽ കൊണ്ടുപോകേണ്ട ഐറ്റംസും അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകേണ്ടതെന്ന് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് പ്രസ് ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇനിയും കാണാം വേറെ വിശേഷങ്ങളുമായി. ബൈ.